അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരന്മാരെ, സൂറത്തുൻ നൂറിലെ പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരമാണ് കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള വ്യഭിചാര ആരോപണവും അതിൽ നിന്ന് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട പാഠങ്ങളൊക്കെ പരാമർശിച്ച ശേഷം സത്യവിശ്വാസിനികളായ സ്ത്രീകളെക്കുറിച്ച് പൊതുവിൽ ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകളെക്കുറിച്ചും അവർക്കുള്ള ശിക്ഷയെക്കുറിച്ചും പരാമർശിക്കുകയാണ് ഈ അധ്യായത്തിൽ. അത്തരം ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ ശാപവും ഉണ്ടാവും, പരലോകത്ത് വമ്പിച്ച ശിക്ഷയും ഉണ്ടാകുമെന്ന് താക്കീത് നൽകുന്നു. മാത്രമല്ല, ഖദുഫുൽ മുഹ്സനാത്ത്, പവിത്രകളായ സ്ത്രീകളെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് സബുൽ മുബിഖാത്ത്, അള്ളാഹു പുറത്തു തരാത്ത 7 പാപങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ്, വൻ പാപങ്ങളിൽപ്പെട്ട ഒന്നായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത്. തുടർന്ന് അന്യരായ ആളുകളുടെ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ച് പറയുന്നു. മറ്റൊരാളുടെ വീട്ടിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവരോട് സലാം പറയുകയും അനുമതി ചോദിക്കുകയും ചെയ്യണം. സലാം പറഞ്ഞിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അനുമതി ചോദിച്ചിട്ട് മറുപടി കിട്ടുന്നില്ലെങ്കിൽ നാം ആ വീട്ടിൽ ബലമായി കയറാൻ നിൽക്കരുത്, നാം തിരിച്ചു പോരണം. എന്തിനാണ് ഇങ്ങനെയുള്ള കർശന നിയമങ്ങൾ പറയുന്നത്? നാം പോകുന്ന വീടുകളിൽ നമുക്ക് കാണാൻ പറ്റാത്ത കാഴ്ചകൾ നാം കാണാൻ പാടില്ലെന്നും, അവിടെയുള്ള നമുക്ക് കേൾക്കാൻ പറ്റാത്ത സംസാരങ്ങൾ നമ്മൾ കേൾക്കാൻ പാടില്ല എന്നും, നമ്മുടെ സാന്നിധ്യം ആ വീട്ടുകാരുടെ സ്വകാര്യതയ്ക്ക് ഭംഗം വരുത്തുന്നതാകാൻ പാടില്ല എന്നുമുള്ള കർശന നിയമം കൊണ്ടാണ് ഇസ്ലാം ഈ രൂപത്തിലുള്ള നിയമം പറയുന്നത്. അനുമതി ചോദിക്കുമ്പോൾ പോലും വാതിലിന് നേരെ നിന്ന് ചോദിക്കരുത് എന്ന് വരെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാം കൃത്യമായി അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. തുടർന്ന് വിശ്വാസികളായ പുരുഷന്മാരോടും സ്ത്രീകളോടും തങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്താൻ പറയുന്നു, തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കാൻ പറയുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തുടർച്ചയായി നോക്കുകയാണെങ്കിൽ ഒരു വലിയ പാതകമായി ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വ്യഭിചാരം, ആ വ്യഭിചാരത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന സകല സാഹചര്യങ്ങളിൽ നിന്നും നമ്മെ മാറ്റി നിർത്തുകയാണ് ഇസ്ലാം. വല തഖ്റബു സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുത്തു പോകരുതെന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രേരണ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒരു വിശ്വാസി എത്താൻ പാടില്ല എന്നതിൻ്റെ കർശനമായ നിയമത്തിൻ്റെ ഭാഗമാണ്, നിർദ്ദേശത്തിൻ്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത്. വിശ്വാസിനികളായ സ്ത്രീകൾ തങ്ങളുടെ മൂട് വസ്ത്രങ്ങൾ താഴ്ത്തിയിടണം, തങ്ങളുടെ മാറിലേക്ക് താഴ്ത്തിയിടണം. എന്നിട്ട് സാധാരണ വസ്ത്രത്തിൽ ആരുടെയൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം, അഥവാ തങ്ങളുടെ മാറിടത്തിലേക്ക് മുഖമക്കനെ താഴ്ത്തിയിടാത്ത സാധാരണ വീട്ടിൽ കാണുന്ന ആ വേഷത്തിൽ ആരുടെയൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം എന്ന് കൃത്യമായി പറയുകയാണ്. അത് പിതാവ്, ഭർത്താവ്, സഹോദരങ്ങൾ, സഹോദരയുടെ മക്കൾ, ഭർത്താവിൻ്റെ മക്കൾ, സ്ത്രീകളുടെ ഔറത്തിനെ കുറിച്ച് ബോധ്യപ്പെടാത്ത, അതേക്കുറിച്ച് വകതിരില്ലാത്ത ചെറിയ കുട്ടികൾ, നിങ്ങളെ ചുറ്റിപ്പറ്റി കഴിയുന്ന ആളുകൾ, അങ്ങനെ കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിലല്ലാതെ നിങ്ങൾ മുഖമക്കന മാറിലേക്ക് താഴ്ത്തിയിടാതെ പ്രത്യക്ഷപ്പെടരുത് എന്ന് കൃത്യമായ നിർദ്ദേശം വിശ്വാസിനികളായ സ്ത്രീകളോട് പറയുകയാണ്. തുടർന്നുള്ള ആയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യഭിചാരത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. സമൂഹത്തിലെ അവിവാഹിതരായ ആളുകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ സാമൂഹ്യ ബാധ്യതയാണ്. അത് കർശനമായി ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചു തരികയാണ്. പലപ്പോഴും സമൂഹത്തിൽ പല വിവാഹങ്ങളും നടക്കാതിരിക്കാൻ ആ സമൂഹത്തിലെ ചില വ്യക്തികളുടെ സ്വഭാവങ്ങളോ പെരുമാറ്റങ്ങളോ കാരണമാകാറുണ്ട്. അപ്പോൾ ഒരാളുടെ വിവാഹം മുടക്കുകയല്ല, അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് ഓരോ വിശ്വാസിയുടെയും ബാധ്യത എന്ന് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ സ്ത്രീകളെ വ്യഭിചാര
ത്തിന് പ്രേരിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യരുതെന്നും അത്തരം സാഹചര്യങ്ങളിലേക്ക് അവരെ തള്ളിവിടരുത് എന്നും ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തുടർന്ന് അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് ഒരു നല്ല ഉപമയിലൂടെ പറയുന്നുണ്ട്. ഒരു വിളക്കുമാടത്തിൽ തെളിയിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കിനെ കുറിച്ച്, ആ വിളക്കിൽ ഒഴിച്ച എണ്ണ അതിനെ തീ സ്പർശിച്ചിട്ടില്ലെങ്കിലും പ്രകാശിക്കുന്ന രൂപത്തിലുള്ള എണ്ണയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല ഒരു ഉപമയിലൂടെ അള്ളാഹുവിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറയുന്നു. അള്ളാഹുവിൻ്റെ പ്രകാശം അത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ അത് ആ വിളക്കുമാടമുള്ളത് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലാണ്. അവിടെ നമസ്കരിച്ചുകൊണ്ടും സക്കാത്ത് കൊടുത്തുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കുന്ന ഒരു സംഘം ആളുകളുണ്ട്. തങ്ങളുടെ ഐഹികമായ യാതൊരു കെട്ടുപാടുകളും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അവന് പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും അർപ്പിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നില്ല. അത്തരം ആളുകൾ ആരാധനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ ഭവനങ്ങളിലാണ് അള്ളാഹുവിൻ്റെ ഈ പ്രകാശമുള്ളത് എന്ന് കൂടി അള്ളാഹു പഠിപ്പിച്ചു തരുന്നു. അവിശ്വാസികളായ ആളുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ആ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല, അതിന് അവർക്ക് പ്രതിഫലം ലഭിക്കുകയില്ല എന്നിട്ട് അതിനെ ഉപമിക്കുന്നത് ഒന്നുമില്ലൊരു മരീചിക പോലെ. ദാഹിക്കുന്ന ഒരു ആൾ മുന്നോട്ട് നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ വെള്ളമുണ്ടെന്ന് വിചാരിക്കുന്നു, പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുകയില്ല. അതല്ലെങ്കിൽ സമുദ്രത്തിലെ ഇരുട്ടിനെ പോലെ, തിരമാലകൾക്കുമേൽ തിരമാല, അതിനുമേൽ കാർമേഘം, അങ്ങനെ ഇരുട്ടിന്മേൽ ഇരുട്ടായി കിട്ടുന്ന അന്ധകാരം പോലെ യാതൊരു വെളിച്ചവും കിട്ടാത്ത രൂപത്തിൽ, അഥവാ ഒരു പ്രയോജനവുമില്ലാത്ത പ്രവർത്തനങ്ങളായി അവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. വിശുദ്ധ ഖുർആനിലെ മറ്റു പല അധ്യായങ്ങൾ എന്ന പോലെ ഈ സൂറത്തിലും പ്രാപഞ്ചികമായ ചില പ്രതിഭാസങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കുന്നുണ്ട്. അതിൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും കാർമേഘങ്ങളിലും അതിൽ നിന്ന് മഴയുണ്ടാകുന്ന പ്രതിഭാസത്തെക്കുറിച്ചും രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെക്കുറിച്ചും ഇരുകാലിലും നാലുകാലുകളിലും തങ്ങളുടെ വയറുകളിലുമൊക്കെ എഴിഞ്ഞു നീങ്ങുകയും ഒക്കെ ചെയ്ത് സഞ്ചരിക്കുന്ന വ്യത്യസ്ത തരം ജീവികളെക്കുറിച്ചും അവയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ചും ഒക്കെ ഈ അധ്യായം പരാമർശിക്കുന്നു. തുടർന്ന് കപടവിശ്വാസികളായ മുനാഫിക്കുകളായ ആളുകളെക്കുറിച്ച് പരാമർശിക്കുകയാണ്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിലും പ്രവാചകൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറയുകയും, എന്നാൽ മതത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിക്കുകയാണെങ്കിൽ അവർ കഴിവുകൾ കണ്ടെത്തി അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇത് അവരുടെ നിഫാഖിൻ്റെ, കാപ്പണ്യത്തിൻ്റെ അടയാളമായിട്ട് അള്ളാഹു വിശദീകരിച്ചു തരികയാണ്. എന്നാൽ വിശ്വാസികൾ അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരെ വിളിക്കുകയാണെങ്കിൽ സമിഅനാ വ അത്വഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിളിക്ക് ഉത്തരം നൽകാൻ അവർ തയ്യാറാകുന്നു. തുടർന്ന് ഈ വചനത്തിൽ, ഈ സൂറത്തിൽ അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്ന ഒരു വലിയ ഉറപ്പുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിനെ പറ്റി ഭയപ്പാടും ആശങ്കയും ഒക്കെയുള്ള വിശ്വാസികളോട്, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിന് ഈ ദീന അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ, അതിനാവശ്യമായ സ്വാധീനങ്ങളും പ്രാതിനിധ്യവും ഒക്കെ നാം നൽകിയിരുന്നു. അതേപ്രകാരം നിങ്ങൾക്കും നൽകുക തന്നെ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന ഈ മതം അനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തും. ശത്രുക്കളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നിങ്ങളുടെ ഈ ഭയപ്പാടിന് പകരം നിർഭയത്വമുള്ളൊരവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളെ എത്തിക്കുക തന്നെ ചെയ്യും. പക്ഷെ നിങ്ങൾ എന്നെ മാത്രം വിശ്വസിക്കുകയും എന്നെ മാത്രം ആരാധിക്കുകയും എന്നിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യണം. ശിർക്ക് ചെയ്യാത്ത ഒരു സമൂഹത്തിന് അള്ളാഹു നിർഭയത്വം നൽകുകയുള്ളൂ എന്ന് ഈ അധ്യായത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരേ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, മാതാപിതാക്കളും മക്കളും മറ്റ് അടുത്ത ബന്ധുക്കളും ഒക്കെ പരസ്പരം കാണിക്കേണ്ട ഒരു മര്യാദയെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ റൂമുകളിൽ പ്രവേശിക്കുമ്പോൾ, പ്രത്യേകിച്ചും അല്പവസ്ത്രധാരികളായി നാം ചെലവഴിക്കുന്ന സമയങ്ങളിൽ അനുമതി ചോദിച്ചുകൊണ്ടേ അന്യോന്യം റൂമുകളിൽ കയറാവൂ എന്നുകൂടി പറയുന്നുണ്ട്. ഒട്ടനവധി മതനിയമങ്ങൾ പറയുന്ന വിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് നൂർ വളരെ പ്രാധാന്യത്തോടുകൂടി പഠന വിധേയമാക്കുകയും അതിലെ മതനിയമങ്ങൾ നാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അള്ളാഹു വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.